ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് അടിപൊളി മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 2 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുതിർക്കാത്ത ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് മട്ടൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ അടുപ്പിക്കുക. ഓരോരുത്തർക്കും കിട്ടുന്ന മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് വിസിലിൻ്റെ അളവിലും വ്യത്യാസം വരും കേട്ടോ. പിന്നെ കുക്കർ തുറന്നിട്ട് ഞാനൊരു വലിയ സൈസ് ഉരുളക്കിഴങ്ങും അതുപോലെ വലിയ സൈസ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും ഈ സമയത്താണ് ഗ്രീൻ പീസ് കുതിർത്തത് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കുതിർക്കാൻ മറന്നു പോയതുകൊണ്ടാണ് മട്ടൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്തത്. ഇനി വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് വീണ്ടും 2 വിസിലടുപ്പിക്കുക. ഇനി കുക്കർ മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കറിക്ക് കട്ടി ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് തേങ്ങയുടെ 2ാം പാൽ വേണം. ഞാനിപ്പോൾ ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എരിവിനായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും ഇടാം കേട്ടോ. കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പത്തിലേക്കും പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇട്ടെടുക്കുക. എന്നിട്ടൊന്ന് വറുത്തെടുക്കുക. വെളിച്ചെണ്ണയും നെയ്യും ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി ആ നെയ്യോട് കൂടിയിട്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പീസും കാര്യങ്ങളായിട്ട് പിന്നെ വരാം. ടാറ്റാ.